അതെ ഞാനിന്നൊരു കസ്റ്റമറുടെ അടുത്ത് പോകാനുള്ള റെഡി ആവില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ കുറേ സാധനങ്ങൾ ഇത് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരത്തിയുടെ എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ടിൻ്റെ ചേച്ചിയാണ്. ചേച്ചി അയർലൻഡിലാണ്. അപ്പോൾ അവൾ എന്നെ മിനിഞ്ഞാന്ന് വൈകുന്നേരം വിളിച്ച് പറഞ്ഞു എനിക്ക് കുറച്ച് സാധനം വേണം, റെഡിയാക്കാമെന്ന് വെച്ചു. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ അന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റോക്ക് ഇല്ലാത്ത സാധനമാണ് അവൾ ചോദിച്ചത് മുഴുവൻ. പിന്നെ ഞാൻ 2 ദിവസമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നേ. ഇന്നലെ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടു. ഞാൻ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടു. ഇന്നലെ തൊട്ട് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സോണിൻ്റെ ചേച്ചിക്ക് കൊടുത്തിട്ടായിട്ട് ഉണ്ടാക്കുന്ന സാധനം എന്താ 1/2 കിലോൻ്റെ വെച്ച് പാക്ക് ചെയ്തേക്കാം കേട്ടോ. ഇതൊരു കവറോടെ ഞാൻ ആക്കിയതാണ്. ഇത് കേരമീനാണ് കേട്ടോ. ഇത് 2 കിലോ, 4 കവർ 1/2 കിലോ വെച്ചിട്ട് 2 കിലോ. പിന്നെ ഇത് ബീഫ് അച്ചാർ ഇട്ടേക്കുന്നത്, ഇത് ചാള അച്ചാറാണ് കേട്ടോ. സ്റ്റിക്കർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ബീഫിൻ്റെ ഒട്ടിച്ചേക്കനാണ്. പിന്നെ ഇത് നാരങ്ങ ഈന്തപ്പഴമാണ്. ഇത് വെളുത്തുള്ളി. ഇത് 2 ഓരോ കിലോ വെച്ചാട്ടോ. ഈ ചാള 1 കിലോ, വെളുത്തുള്ളി 1 കിലോ, അതുപോലെ തന്നെ നാരങ്ങ ഈന്തപ്പഴം 1 കിലോ. പിന്നെ ഉള്ളത് ചിക്കൻ അച്ചാർ തരാണ്. ഇത് ഉണക്കസ്രാഗ അച്ചാറാണ് കേട്ടോ. ഇത് 2 കിലോ. പിന്നെ ഉള്ളത് ചെമ്മീൻ അച്ചാർ. ഇതും 2 കിലോ ആണ് കേട്ടോ, 4 കവർ വെച്ചിട്ട്. പിന്നെ ഇതെൻ്റെ സോണിമയ്ക്ക് ഞാൻ കൊടുക്കുന്നതാണ് സ്പെഷ്യലായിട്ട്. അതുപോലെ ഇതെൻ്റെ സോണിമയ്ക്ക്, അതെൻ്റെ സോണിമയുടെ കസിൻ കൂടെ വരുന്ന ടീന എന്നാണ് പേര്. ടീനയ്ക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഒരു നാരങ്ങീന്തപ്പഴം അതുപോലെ തന്നെ നമ്മുടെ ഉണക്കസ്രാഗിൻ്റെ അച്ചാറും വേണമെന്ന് പറഞ്ഞത് അവൾക്ക് കൊടുക്കുന്നൊരു സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പോയി കോതകലത്ത് വേണം കൊടുക്കാനായിട്ട്. നിങ്ങൾ അവിടുന്ന് വണ്ടി കൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാനത് കോതകലം പോയിട്ട് വരട്ടെ. അവിടെ ചിലപ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാവേ. അപ്പോളേ സോണിയുടെ അടുത്ത് വെറുതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാ തവണയും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവൾക്ക് കൊടുത്തു വിടണം കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ചീരയൊക്കെ കഴിഞ്ഞു, കണ്ടില്ലേ, കുറച്ച് ചട്ടിയിലും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിത് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. തക്കാളിയൊക്കെ ഉണ്ടായി വന്നുള്ളൂ. മത്തിയാണെങ്കിലില്ല, ഒന്നുമില്ല കേട്ടോ ഇപ്പോൾ ഈ സമയത്ത്. പിന്നെയല്ല ഒന്നും നമ്മൾ പലഹാരങ്ങൾ കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട് കാരണം അവർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ചീര കുറച്ച് ചട്ടിയിലും കൂടെ നിൽക്കുന്നുണ്ട്. അതോടെ ഒന്ന് പറിച്ചെടുക്കട്ടെ. എൻ്റെ അതോടെ കൊടുത്തിട്ട് അവൾക്ക് അവളുടെ അടുത്തേക്ക് പോകുമ്പോൾ കൊടുത്തനായിട്ട് വേറെ ചീര നിൽപ്പില്ല. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ നിൽക്കുന്ന ചീര അങ്ങ് പറിക്കാം. ഇതങ്ങോട്ട് കൊടുത്തു വിടാം. പിന്നെ കുറച്ച് അവിടെ നിന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പറിച്ചെടുക്കട്ടെ. ഇത്രയും ചീര കണ്ടില്ലേ, അവർ 2 പേര് വരുന്നുണ്ട്. അപ്പോൾ 2 പേർ കൂടെ കൊടുക്കണ്ടേ. അപ്പോൾ ഇത്രയും ചീര ഞാൻ പറിച്ചെടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയിട്ടത്തെ. അപ്പോൾ അതാ ഹെൽമെറ്റ് എടുത്തിട്ടാണ് മറന്നുപോയി എടുത്തുകൊണ്ടത്തെ. ഇതേ 2 പാക്കറ്റ് കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചീരയും അതുപോലെ തന്നെ ടീനയ്ക്കുള്ള അച്ചാർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാനത് കോതമംഗലം പോയി ഒന്ന് കൊടുത്തിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കോതമംഗലത്ത് നമ്മുടെ ഫേമസ് ഹോട്ടലായ നമ്മുടെ ഉടുപ്പിയിൽ ഞാൻ അവരെയും കൊണ്ട് പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതാ ഒരു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ചു. അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ നല്ല അടിപൊളി മസാല ദോശ അതുപോലെ ഉഴുന്നോടെയും ചമ്മന്തി. സോണിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ കട്ടച്ചങ്ക് സോണിയ. ഇത് സോണിയയുടെ കസിൻ ടിഷ. ഫോട്ടോ എടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇത് ഉടുപ്പി ഹോട്ടൽ കേട്ടോ. ഞങ്ങൾ മസാല ദോശയൊക്കെ കഴിച്ചു. ഇനി ഇവരെ വണ്ടി കയറ്റി വിടണം. ടിഷ എങ്ങനെ നോക്കി അച്ചാർ തരാൻ വേണ്ടിയിട്ട്. ഏത് അച്ചാർ? മത്തി, സ്രാഗ്, കേര, പിന്നെ എന്നാ നാരങ്ങ ഈന്തപ്പഴം, വെളുത്തുള്ളി, പിന്നെ എന്നാ ഒരു കൂട്ടമുണ്ടല്ലോ. പിന്നെ കുറച്ച് സ്പെഷ്യല്, പിന്നെ ചീര ഉണ്ട്. ചീര അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങൾ ഇനി വണ്ടി കയറ്റി വെറുതെ അവർ വണ്ടി അവിടെ കിടപ്പുണ്ട്. മെമ്പറാട്ടോ, അതെ ഞങ്ങളുടെ മെമ്പറാട്ടോ. അയ്യോ, കോവിലക്കാട് പഞ്ചായത്തിലെ മെമ്പറാണ്. ഈ മെമ്പർ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടവരുണ്ടോ? അവസാനം ഞാൻ അവരെ വണ്ടിയിൽ കയറ്റി വിട്ട് ഞാനും പിടിച്ച് വീട്ടിലേക്ക് പോകുന്നു. ടാറ്റാ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. ടാറ്റാ.